ഹലോ എവ്രി വൺ, വെൽക്കം ടു Q3 വേൾഡ്. ഒരു മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന 2 കേക്ക് ഡെക്കറേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. നമുക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പൈപ്പിംഗ് ബാഗിലേക്ക് കുറച്ച് ക്രീം സെറ്റാക്കി വെക്കാം. ആദ്യമായിട്ട് ഷെഫ് മാസ്റ്ററിൻ്റെ വയലറ്റ് കളറാണ് കുറച്ച് വിപ്പിംഗ് ക്രീമിലേക്ക് ആഡാക്കി മിക്സാക്കിയത്. ഒരു നോസിലും യൂസ് ചെയ്യാതെയാണ് നമ്മൾ ഈ ഒരു ഡെക്കറേഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പൈപ്പിംഗ് ബാഗ് ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നമുക്ക് ആദ്യത്തെ കളറൊന്ന് പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ സിമ്പിളായിട്ടും ഈസി ആയിട്ടും ചെയ്യാൻ പറ്റുന്ന 2 കേക്ക് ഡിസൈനാണ് ഇന്ന് കാണിക്കുന്നത്. ചെറിയ കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഡിസൈനാണ്. ഇനി നമുക്ക് രണ്ടാമതായി വേണ്ട കളറ് ഗ്രീനാണ്. അപ്പോൾ ഗ്രീൻ കളറും ഇതേപോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഞാൻ കളർ മിസ്റ്റിൻ്റെ ബ്രൈറ്റ് ഗ്രീനാണ് നമ്മൾ ഈ ഒരു കളറിന് വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതും ചെറുതായി കട്ട് ചെയ്ത പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 കളറിലുള്ള പൈപ്പിംഗ് ബാഗും ഇവിടെ റെഡിയാണ്. അപ്പോൾ ഈ ഒരു പൈപ്പിംഗ് ബാഗ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ 2 ഡിസൈനും ചെയ്യുന്നത്. അപ്പോൾ നന്നായി ഐസിങ് ചെയ്ത ഒരു 1/2 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണിത്. നമ്മൾ കയ്യിലുള്ള ഏറ്റവും ചെറിയ നോസിൽ വെച്ച് ഇങ്ങനെ ജസ്റ്റ് റൗണ്ട് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. മാർക്ക് ചെയ്ത റൗണ്ടിൻ്റെ സെൻറ്ററിലായിട്ട് ജസ്റ്റ് ഗ്രീൻ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഗ്രീൻ കളർ സെൻറ്ററിൽ വരുന്ന രീതിയിൽ ബാക്കിയുള്ള വയലറ്റ് കളറ് അതിന് ചുറ്റും ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്തെടുത്താൽ നമ്മൾ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് പൈപ്പ് ചെയ്ത പോലെ തന്നെ ഒരു നല്ലൊരു ഡിസൈനായിട്ടാണ് നമുക്കത് ഫൈനൽ ലുക്കിൽ വരുന്നത്. അപ്പോൾ ഗ്രീനിൻ്റെ ചുറ്റും ഇതേപോലെ ചെറുതായിട്ടൊന്ന് പൈപ്പിംഗ് ബാഗ് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഒരു ചെറിയ ചെറിയ ഫ്ലവേഴ്സ് നമ്മുടെ കേക്കിന് മേലെ നിറയെ ആയിട്ട് ഇങ്ങനെ കാണും. അപ്പോൾ ഈ ഒരു കേക്ക് കാണാൻ വളരെ ക്യൂട്ടാണ്. നമ്മൾ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഇതേപോലെ നോസിലൊന്ന് പ്രസ് ചെയ്ത് അവിടെ കൂടെ ഒന്ന് ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സെൻറ്ററിലൊന്ന് ജസ്റ്റ് ഗ്രീൻ കളർ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ചുറ്റും വയലറ്റ് കളർ കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതേപോലെ തന്നെ പ്രസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും വളരെ ഈസി ആയിട്ടുള്ള ഒരു ഡിസൈനാണിത്. പക്ഷേ ഇത് കേക്കിൻ്റെ മുകളിൽ കൂടുതലായിട്ട് ഇങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ ബിഗിനേഴ്സിനും കുട്ടികൾക്ക് പോലും കേക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനാണിത്. സൈഡിലും ഇതേപോലെ തന്നെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. കേക്കിൻ്റെ ബേസ് ബോർഡറിലും നമുക്ക് ഇതേപോലെ തന്നെ വയലറ്റ് ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ സെൻറ്ററിൽ ഗ്രീനും കൂടെ പ്രസ് ചെയ്ത് നമുക്ക് ഈ ഒരു കേക്ക് ഡെക്കറേഷൻ ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ടും സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈൻ തന്നെയാണ് ഇത്. ഇപ്പോൾ നോസിലൊന്നും യൂസ് ചെയ്യാതെ ചെയ്യാൻ പറ്റിയ ഒരു കേക്ക് ഡെക്കറേഷനാണ് ഇത്. നമുക്കിനി അതൊരു ഫൈനൽ ലുക്കിന് വേണ്ടി എൻ്റെ കയ്യിലുണ്ടായിരുന്നത് കൊണ്ട് നമുക്കൊരു പർപ്പിൾ കളറും ഗ്രീൻ കളറും സ്പ്രിങ്കിൾസ് കൂടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇത് കയ്യിലില്ലെങ്കിൽ ഓപ്ഷനാണ്, നമുക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു 2 കളേഴ്സും കൂടെ ഇതിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ചെയ്ത് കൊടുക്കുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടാതിരിക്കില്ല. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കേക്ക് ഡിസൈനാണിത്. ഇനി നമുക്ക് രണ്ടാമതായിട്ട് ഒരു കേക്ക് കൂടെ ചെയ്തിട്ടുണ്ട്. ഈ 2 നോസിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതും കൂടെ എങ്ങനെയാണെന്ന് നോക്കാം. അതും ഇതേപോലെ തന്നെ വളരെ ഈസി ആയിട്ടുള്ളൊരു ഡിസൈനാണ്. ആദ്യം എടുക്കുന്നത് ഗ്രീൻ കളറാണ്. കേക്കിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഗ്രീൻ കളർ പൈപ്പിംഗ് ബാഗ് കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒരു ലോങ് എസ് പോലെ ഇങ്ങനെ പൈപ്പ് ചെയ്തെടുക്കാം. ഒരു പ്രാവശ്യം പൈപ്പ് ചെയ്ത് അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നമ്മൾ ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആക്കി എടുക്കാം. ഇതൊക്കെ ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. വളരെ ഈസിയുമാണ്, നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ടും പറ്റും. അപ്പോൾ ഈ ഒരു റൗണ്ട് മുകളിൽ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. താഴെയും അതേപോലെ തന്നെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ ഒരു ലോങ് എസ് ഇങ്ങനെ വരച്ച് കണ്ടിന്യൂഷനായിട്ട് ഇങ്ങനെ വരച്ച് ഈ റൗണ്ടും കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മുകളിലും സൈഡിലുമായിട്ടാണ് ഈ ഒരു കേക്കിന് ഡിസൈൻ വരുന്നത്. അപ്പോൾ വളരെ സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ 1 മിനിറ്റിനുള്ളിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. 2 കേക്കും ഈ ഒരു കളർ മാത്രം യൂസ് ചെയ്തിട്ടാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഇനി വയലറ്റ് കളർ യൂസ് ചെയ്ത് ചെറുതായിട്ടൊരു മുട്ട് പോലെ ഇങ്ങനെ പൈപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ 1 2 നമ്മുടെ സ്പേസിനനുസരിച്ചിട്ട് 1 2 3 നമുക്കിങ്ങനെ പൈപ്പ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് താഴോട്ടാക്കി എടുത്താൽ നമുക്ക് നല്ലൊരു ബഡ്സ് പോലെയുള്ള ഡിസൈനായിരിക്കും കിട്ടുക. അപ്പോൾ നമുക്കിത് മുകളിലും സൈഡിലും ഇതേപോലെ തന്നെ ഒന്ന് ഡിസൈൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. വേറൊരു ഡിസൈനും നമുക്ക് ഇതിലേക്ക് ചെയ്യേണ്ടതായിട്ടില്ല. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ്, വീണ്ടും പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ 2 ഡിസൈനാണ് ഞാൻ ഇന്നിവിടെ ചെയ്തിരിക്കുന്നത്. ആദ്യമായി കേക്ക് ചെയ്യുന്നവർക്കൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.
അപ്പോൾ ഈ 2 കളറും 2 പൈപ്പിംഗ് ബാഗും കൊണ്ട് മാത്രം നമ്മൾ 2 കേക്ക് ഡിസൈൻ ചെയ്ത് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഹെൽപ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. Q3 വേൾഡ് എന്ന ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.